ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ വെച്ചി? എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഓറിയോ മിൽക്ക് ഷേക്ക് ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മുടെ ഈ വാവച്ചിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഇത്തിരി പാടാണ്. എന്തുണ്ടാക്കി കൊടുത്താലും ഇത്തിരി പാടാണ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിന്ന് ഓരോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ഇത് കഴിക്കുമല്ലോ. നീ കഴിക്കുമോ ആവശ്യ? അതെന്താടാ? ഓക്കെ, നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ആവശ്യം കഴിക്കണം കേട്ടോ. ഓക്കെ, ഓരോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓരോ ബിസ്ക്കറ്റ് വേണം, മിൽക്ക് വേണം, പിന്നെന്താണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഐസ്ക്രീം ആഡ് ചെയ്യാം. ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ വാനിലയുടെ ഐസ്ക്രീം, അതാണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ആണ് കേട്ടോ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇടാം. പിന്നെ ചോക്ലേറ്റിന്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ വെച്ച് നമുക്ക് ഓരോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാം ഫസ്റ്റ്. ഓക്കെ, കഴിക്കണം കേട്ടോ. എന്തോ ആച്ചി? അപ്പൊ ഇതിനകത്ത് ബിസ്ക്കറ്റ് പൊട്ടിച്ചിടണം. അപ്പൊ നമ്മള് വാവച്ചിക്കും എനിക്ക് മാത്രം ഉണ്ടാക്കാൻ പോണം. അപ്പൊ ഞാൻ ഇതിലൊരു 4 ബിസ്ക്കറ്റാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര വേണം വെച്ചിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാം. കൊറേ ബിസ്ക്കറ്റാ? കൊറേ ബിസ്ക്കറ്റ് കഴിക്കണ്ട, എത്ര കഴിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടോ? അതിൽ ക്രീം മാത്രമായിരിക്കും വാവച്ചി കഴിക്കുന്നേ. അപ്പൊ നമ്മള് 4 ബിസ്ക്കറ്റ് എടുത്തു. എനിക്ക് കാണിച്ചിട്ടെ, ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. പൊട്ടിച്ചിട്ട് ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് നമ്മള് മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. മതി, ഇനി ഇതിന്റെ അകത്താണ് നമ്മള് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ചോക്ലേറ്റ് അല്ലെങ്കിൽ വാനിലയുടെ ഐസ്ക്രീം. ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാനിലയുടെ ഐസ്ക്രീം ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഓറിയോന്റെ കിട്ടും. ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്യാൻ പോവാണ്. ഒരു സ്കൂപ്പാണ് എടുക്കുന്നത്. ഇടണോ? ഇട്ടോ. ഇനി നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഓരോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങൾ മാത്രം മതി. നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മിൽക്ക് ഷേക്ക് നമ്മളിൽ ആഡ് ചെയ്യും. നമുക്ക് ചോക്ലേറ്റിന് സിറപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് റെഡി. വാച്ചി, ഇതാണ് നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്കിൽ. അപ്പം കുടിച്ചു നോക്കാം നമുക്ക് ആദ്യം. ഐസ്ക്രീം ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. ഇനി അത് ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് ഇടാൻ പോകുന്നില്ല, ഇങ്ങനെ വയ്ക്കാം. ഇത് ഇടണതിനാ ഇനി ആവശ്യക്ക് ഇടണോ? അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊടിച്ചിടാം. ഇത് പിടിക്ക്. വാവച്ചി പോലെ വാവച്ചിക്ക് ബിസ്ക്കറ്റിനെ പൊടി വിടണം. അപ്പം നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പൊടിച്ചിങ്ങനെ ഇടാം. ഇതിന് മുകളിൽ ഒരു അത് കഴിച്ചോ, ഒരു ഇതിന് എന്താ പറയുക, ഒരു ഭംഗിക്കും. അതെ, വാവച്ചി ഒരു വായക്കകത്താക്കി ബിസ്ക്കറ്റ്. കൊള്ളാലോ. നമ്മളപ്പോൾ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിൽക്ക് ഷേക്ക്. അപ്പം നമ്മുടെ ഓരോ മിൽക്ക് ഷേക്ക് ഇതാ വാവച്ചിക്ക് കൊടുക്കാൻ പോവാണ്. വാവച്ചിയാണ് കേട്ടോ അതെ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചാക്കണേ. കുടിച്ചു നോക്കോ വാവച്ചി? കുടിച്ചു നോക്കുന്ന പിടിച്ചോ. ഇവിടെ പിടിക്കേ, താഴെ. പൊട്ടിച്ചാക്കല്ലേ. എങ്ങനെയുണ്ട്? ഉറപ്പാണോ? നന്നാ കുടിച്ചോ. ഒന്നും കൂടി നോക്കട്ടെ. നീ ഇവിടെ പിടിച്ചു കുടിക്ക്. രണ്ട് കണ്ട് പിടിച്ചോ, അത് പൊട്ടും. കുടിച്ചോ. ഞാൻ കുടിച്ചു നോക്കട്ടെ എന്തായാലും. നല്ല ടേസ്റ്റാ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. അപ്പം നിങ്ങൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് നിശ്ചയിക്കാം? ഓ, ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാനാണ് പറയുന്നത്.
എന്തായാലും ഇതാണ് നമ്മുടെ ഓരോ മിൽക്ക് ഷേക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യണം. അതെ, വാവച്ചി എന്താ പറഞ്ഞ വെച്ചാൽ വാവച്ചി കുറച്ച് കൊടുക്കും, ബാക്കി മമ്മിക്ക് കൊടുക്കും. അതെപ്പോഴും അങ്ങനെയാണ് എൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.